രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലൊക്കെ എന്താണ് കഴമ്പ്, എന്താണ് അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലത്തെ സുപ്രീം കോടതിയുടെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അസാധുവാകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രാഹുലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്ന സമയത്ത് ശരിക്കും പീഡനം അനുഭവിച്ചിട്ടുള്ള, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം അനുഭവിച്ചിട്ടുള്ള അതിജീവിതമാർ ഇനിയും ഒളിവിലുണ്ട് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടം ഓർക്കണം. സുപ്രീം കോടതി വിധി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകൾ എല്ലാം കോടതിയിൽ നിലനിൽക്കും. നമസ്കാരം. ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിവാഹിതരായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി നൽകാൻ പാടില്ല എന്നുള്ളത്. ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ഏത് രീതിയിൽ ബാധിക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി വീട്ടിലിരുന്ന് ഇതൊക്കെ ഒന്ന് ശാന്തമാകുന്നതിനും വരെ, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ അതിജീവിതമാരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയം വരെയെങ്കിലും രാഹുൽ മാങ്കൂട്ടം വെയിറ്റ് ചെയ്യാതെ വാശിയോടുകൂടി വൈരാഗ്യത്തോടുകൂടി അതിജീവിതമാരെ പൊതുസമൂഹത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും അപമാനിച്ച് തനിക്ക് രാജാവായിട്ട് മാറാം എന്നുള്ള ഒരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടം വരും ദിവസങ്ങളിൽ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വൈരാഗ്യം കൊണ്ടാണോ ചില സാമൂഹ്യ മാധ്യമ താരങ്ങളൊക്കെ, അങ്ങനെ പറയേണ്ടി വരും, പ്രമുഖ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ വിധിയിൽ തിരിച്ചു വരുമെന്നും അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടം എല്ലാ കേസുകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം വിടുതൽ നേടും എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള വിടലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വിടലാണ് സത്യമായിട്ടും. ഇതിലൊക്കെ എന്താണ് കഴമ്പ്, എന്താണ് അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാണ് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അസാധുവാകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ വിവാഹിതയായ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പ് ഇതിൽ നിലനിൽക്കില്ല എന്ന് പരാമർശിച്ചതാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും എന്ത് പുതുമയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ആ ഒരു വിധിക്കകത്തുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. ഇത് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി ഇവിടെ ചർച്ച ചെയ്തു പോയതാണ്. ഇപ്പൊ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നല്ല മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാരൻ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ലൈംഗിക വൈകൃതം ഉണ്ട് എന്ന് മാത്രമാണ് അയാളുടെ ഒരു പോരായ്മയായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ഈ വികാരപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കാതെ കുറച്ചൊക്കെ വിവേകത്തോടു കൂടി കുറച്ചൊക്കെ ശാന്തനായിട്ട് വീട്ടിരിക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം, അതല്ല എങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അവൻ തിരിച്ചു വരുന്നു, രാഹുൽ മാങ്കൂട്ടം വമ്പൻ തിരിച്ചുവരവ് നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടായിരിക്കും. പക്ഷെ ഇത് രാഹുലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്ന സമയത്ത് ശരിക്കും പീഡനം അനുഭവിച്ചിട്ടുള്ള, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം അനുഭവിച്ചിട്ടുള്ള അതിജീവിതമാർ ഇനിയും ഒളിവിലുണ്ട് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടം ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരാനായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ സഹായിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടം ഉൾക്കൊള്ളണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് കോഴിത്തരത്തിന് പോയി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സബ്ജക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം പരസ്പര സമ്മതത്തോടെ അവരെന്തും കാണിച്ചു കൊള്ളട്ടെ, അതിനകത്തൊന്നും നമുക്ക് ഒന്നും ഒരു എതിർക്കാനായിട്ടില്ല. പക്ഷേ പരസ്പര സമ്മതത്തോടെ തനിക്ക് കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനുശേഷം ആ കുഞ്ഞുണ്ടായതിനു ശേഷം ആ കുഞ്ഞിനെ കൊന്നുകളയുകയും ചെയ്തു എന്നുള്ളതാണ്. അതും ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേലുള്ള ഒരു കൊടും കുറ്റമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമൂലം ആ അതിജീവിതമാർ അനുഭവിച്ചിട്ടുള്ള വേദനകള്, നൊമ്പരം, അവരുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ആ ഓർമ്മ, കാരണം ആലോചിച്ച് നോക്കിക്കുക, ആ കുഞ്ഞ് ഒരു 3-4 മാസം മാത്രം പ്രായമായിട്ടുള്ള ആ കുഞ്ഞിന്റെ സ്വന്തം കയ്യിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അത്. അപ്പോൾ അതേ രീതിയിലുള്ള കൊട്ടും ക്രൂരതയ്ക്ക് താൻ പ്രണയിച്ച ആളുകളെയൊക്കെ വിധേയനാക്കിയതിന് ശേഷം വന്ന് ഈ ഓൺലൈൻകാരെ കൊണ്ട് ന്യായം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ എവിടെയെങ്കിലും പെണ്ണ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ധാർമ്മികത എന്താണ്?
ഒരാൾ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതല്ല എങ്കിൽ ഇയാൾ MLA ആയതിനു ശേഷവും ഈ കുറ്റം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനിടയിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. സുപ്രീം കോടതിയുടെ ഈ വിധി എത്ര മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇന്നലെ അഡ്വക്കേറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പരിഗണിച്ചത്. ആ പരിഗണിക്കുന്നതിനിടയിലാണ് പറഞ്ഞത്, അപ്പോൾ ആ അഡ്വക്കേറ്റ് പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്ന ആ ഒരു വക്കീല്, അവർ വിവാഹിതയായിരുന്നു. വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല എന്ന് തന്നെ കോടതി പറയത്തുള്ളൂ. അത് നിലനിൽക്കത്തില്ല, സത്യമാണത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ അതിജീവിതന്മാരെയൊക്കെ തനിക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ. അതിനുശേഷം അവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ നശിപ്പിച്ചത്, അതിനുശേഷം ഇവരെല്ലാം പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു പ്രഗ്നൻസി അബോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളഞ്ഞത്, അതാണ് കുറ്റം. ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും? അവരുടെ അശാസ്ത്രീയമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്ത് അബോർഷനെ ഇവരെ വിധേയമാക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതല്ല ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം. മറിച്ച് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ആണും പെണ്ണും കണ്ടു, ഇഷ്ടപ്പെട്ടു, അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നീക്കി, ഇതിനൊന്നും പൊതുസമൂഹം ആരും എതിർക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും എതിര് പറയുന്നുണ്ടോ? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനെ എതിര് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ കോൺഗ്രസിന് ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ എതിർക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹം നടിച്ച് പ്രണയത്തിലാക്കിയതിനു ശേഷം അവരോട് തനിക്ക് നിങ്ങളൊരു കുട്ടിയെ വേണം എന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അവരുടെ ഗർഭചിത്രം നടത്തി ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. അയാളൊരു കൊലപാതകിയാണ്. ഇതാണ് പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എത്രത്തോളം ഒരു 100 പ്രാവശ്യം ഈ അതിജീവിതമാരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ സുപ്രീം കോടതിയുടെ വിധി ഇവിടെ എടുത്തിട്ടാലും രാഹുൽ ചെയ്തിരിക്കുന്നത് എന്താ, വിവാഹിതരായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയല്ല ചെയ്തേക്കുന്നത്. അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേലിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേൽ ആക്ഷേപിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവരെ അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതുകൂടാതെ പ്രഗ്നന്റ് ആയതിനു ശേഷം ഗർഭചിത്രം നടത്തി. ഇത് മനസ്സിലാക്കാതെ ആളുകൾ എന്തെല്ലാം പറഞ്ഞിട്ടും എന്ത് കാര്യമുണ്ട്? ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിന് പുകഴ്ത്തു പാട്ടുകൾ പാടുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഏതാനും ചില ആളുകൾക്ക് 10,000 1000 വരുന്ന, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫാമിംഗ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ലൈക്കുകൾ കയറ്റി വിടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്കുള്ള റിയൽ ലൈക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുണ്ട്. അതിലൊരു 2.5 കോടി ആളുകൾക്കും കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോധമുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇരുന്ന് നിങ്ങളിത് പറയുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചെറുതാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ന്യായീകരിച്ച് അയാളെ കൊല്ലരുത് എന്നാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഏതൊക്കെയാലും ഇന്നലത്തെ സുപ്രീം കോടതി വിധി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ വേറെയാണ്. ശിക്ഷിക്കപ്പെടണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ നിയമത്തിനകത്ത് എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. പല പ്രതികളും കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നേക്കാം. രക്ഷപ്പെടുന്ന എല്ലാവരും പ്രതിയല്ല എന്നുള്ളതല്ല അർത്ഥം. അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന എല്ലാവരും നീതിമാന്മാരാണ് എന്നും അല്ല അർത്ഥം. കാരണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ നിയമം എന്താണ് പറയുന്നത്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാത്ത ഒരു കാലഘട്ടമാണ്, ഒരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് ഇപ്പോൾ വരുന്നവർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അസാധുവാകും എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഒരു കലിപ്പ് അവർക്കിപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള കേസുകളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടും എന്ന് അറിയുന്ന ഇനിയുമുള്ള അതിജീവിതമാർ വീണ്ടും രംഗത്തേക്ക് വരത്തില്ലേ? എത്ര ദിവസം, എത്ര നാള് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള വെട്ടുക്കിളികൾക്ക്, യൂട്യൂബിലുമൊക്കെ ഉള്ള വെട്ടുക്കിളികൾക്ക് ഈ അതിജീവിതമാരെ അധിക്ഷേപിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും? എത്ര ദിവസം? ഒരു ദിവസം ഇത് അവസാനിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ സുപ്രീം കോടതി വിധി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകൾ എല്ലാം കോടതിയിൽ നിലനിൽക്കും. ഒരു പക്ഷേ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഇപ്പോഴും പറയുന്നു. കാരണം എല്ലാ പ്രതികളും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്നില്ല.
ആ ശിക്ഷിക്കപ്പെടാത്തവരെല്ലാം നന്മ മരങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.